പ്രത്യാശയുടെ സന്ദേശവുമായി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഈസ്റ്റർ ആഘോഷിക്കുകയാണ്. ഉയർപ്പിന്റെ സ്മരണയുമായി ദേവാലയങ്ങളിൽ ഈസ്റ്റർ ശുശ്രൂഷകൾ നടന്നു. മഹത്വത്തോടെ ഉയർത്തെഴുന്നേൽക്കുന്ന ക്രിസ്തുവിന്റെ ദീപ്തിപൂരം ഹൃദയത്തിന്റെയും മനസ്സിന്റെയും കൂരിരുകൾ നീക്കുമാറാകട്ടെ. പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും സന്ദേശം പകർന്നെത്തിയ ഈസ്റ്റർ ആഘോഷത്തിന് മുന്നോടിയായി ഇന്നലെ രാത്രി മുതൽ തന്നെ ദേവാലയങ്ങളിൽ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു. തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ നടന്ന ഈസ്റ്റർ ശുശ്രൂഷകൾക്ക് മലങ്കര കത്തോലിക്ക സഭ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബസേലിയോസ് ക്ലിമിക്സ് കത്തോലിക്ക ബാവ നേതൃത്വം നൽകി. സഹോദരരെ, ഒരു പുതിയ വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ശത്രുക്കളെ തന്റെ പിന്നിലേക്ക് അടിച്ചോടിക്കുകയും ചെയ്തിരിക്കുന്നു. പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ ലത്തീൻ കത്തോലിക്ക സഭ ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോയുടെ നേതൃത്വത്തിലായിരുന്നു ശുശ്രൂഷ. രാത്രി 10:30 തുടങ്ങിയ ചടങ്ങ് പുലർച്ചെ വരെ നീണ്ടുനിന്നു. നിരവധി വിശ്വാസികളാണ് പ്രാർത്ഥനാ ചടങ്ങിൽ പങ്കെടുത്തത്. കാക്കനാട് സെന്റ് ഫ്രാൻസിസ് അസീസി പള്ളിയിൽ രാവിലെ 7 മണിയോടെ ആരംഭിച്ച പ്രാർത്ഥനാ ചടങ്ങുകൾ 8:15 പൂർത്തിയായി. ഇന്നലെ നടന്ന പാതിര കുർബാനയിലും പ്രാർത്ഥനാ യാത്രയിലും ആയിരങ്ങൾ പങ്കെടുത്തു. എറണാകുളം മുളന്തുരുത്തി മാർത്തോമൻ എക്കോബായ സുറിയാനി കത്തീഡ്രലിൽ ബസേലിയോസ് ജോസഫ് ബാവ ഈസ്റ്റർ ശുശ്രൂഷകൾക്ക് കാർമ്മികത്വം വഹിച്ചു. കോഴിക്കോട് ദേവമാത കത്തീഡ്രലിൽ ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കൽ തിരുകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. താമരശ്ശേരി കത്തീഡ്രലിൽ നടന്ന ചടങ്ങുകൾക്ക് താമരശ്ശേരി ബിഷപ്പ് റെമിൻജിയോസ് ഇഞ്ചനാനിയിൽ നേതൃത്വം നൽകി. ദിവ്യബലി, ശുശ്രൂഷകൾ, കുർബാന തുടങ്ങിയ പ്രാർത്ഥനാ ചടങ്ങുകളിൽ നിരവധി വിശ്വാസികളാണ് പങ്കെടുത്തത്. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുനമ്പം വിഷയം പരിഹരിക്കാൻ ശ്രമിക്കുന്നുവെന്ന് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി. പ്രശ്നം നിയമത്തിലൂടെ പരിഹരിക്കും. കോടതികളും സഹായിക്കാൻ എത്തിയിട്ടുണ്ടെന്നും കർദിനാൾ ആലഞ്ചേരി പറഞ്ഞു. മുനമ്പം വിഷയം രാഷ്ട്രീയമായിട്ട് ഒത്തിരിയേറെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് അതിന് പരിഹാരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒക്കെ ഇടപെടുന്നതായിട്ട് നിങ്ങൾക്കറിയാം. നമുക്ക് പ്രായോഗികമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില പദ്ധതികളൊക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കോടതികളും സഹായിക്കാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം.